ജോണി, ഞാൻ എന്റെ ബിൽഡിങ്ങിന്റെ ഫ്രണ്ടിലുണ്ട്. ഫ്ലാറ്റ് നമ്പർ 507, 5th ഫ്ലോർ. ഓക്കേടാ. അല്ലെങ്കിൽ എല്ലാ ഭർത്താന്മാർക്കുള്ളതാ പഴയ കാമുകിമാരെ കാണുമ്പോൾ ഒരു ഇളക്കം. ഇനി നമ്മൾ ഒരാഴ്ചത്തേക്ക് ഫിൻലാൻഡിലേക്ക് ട്രിപ്പ് പോകണം. അവിടെ നിന്ന് നാട്ടിൽ പോയിട്ട് ഇങ്ങോട്ട് വരുള്ളൂ. ഒരു മാസം ഫ്ലാറ്റ് അടച്ചിടണ്ടെന്ന് കരുതി അവളോട് താമസിച്ചോളം പറഞ്ഞു. ഞാനിപ്പോ എന്താ, ഒന്നില്ലെങ്കിൽ അവൾ നിന്നെ തേച്ചിട്ട് പോയതല്ലേടാ. ഇതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ. ഇപ്പൊ അവള് ദുബായിൽ ജോലി അന്വേഷിച്ചു വന്നേക്ക്. നമ്മൾ വേണ്ടേ അവളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. നമ്മളല്ല നീ. ഞാനെങ്കിൽ ഞാൻ എന്റെ പൊന്നോ വന്ന് ചെന്ന് നോക്ക്. യാത്ര ചെയ്യുന്നുണ്ട്. അടിപൊളിയായിരുന്നു. ഫ്ലൈറ്റ് ഇട്ടില്ലായിരുന്നു. അയ്യോ, സ്മൂത്തി ആയിരുന്നു. സ്മൂത്തി ഞാൻ കുടിക്കില്ല. നിനക്കുള്ളതല്ല അവനാ. അവനാണെങ്കിൽ എന്നാ കുറച്ച് നച്ചിട്ടേക്ക്. അവനത് ഭയങ്കര ഇഷ്ടം. ഇതിൽ എന്താണ് ഞാൻ തീരുമാനിച്ചോളൂ. നട്ട്സ് ഇട്ടില്ലേ? അത് ഞാൻ നട്ട്സ് പെട്ടെന്ന് കുഴപ്പമില്ല, ഞാൻ പോയിട്ടോളൂ. നിങ്ങൾ സംസാരിച്ചിരിക്കുക. ഇത് ഞങ്ങളുടെ ബെഡ്റൂം. നീ യൂസ് ഇതിന്റെ റൂം മാത്രമാക്കിയ ഫ്ലാറ്റ് മൊത്തം എഴുതി കൊടുക്കായിരുന്നില്ലേ? കേക്കട്ടെ. റൂമൊക്കെ ഇഷ്ടമായെന്ന് ചോദിക്കായിരുന്നു. ഇത്രയും വലിയ റൂമൊന്നും വേണ്ടായിരുന്നു. അപ്പോഴേ ഞാൻ പറഞ്ഞില്ല അവൾക്ക് ഇത്രയും വലിയ റൂമൊന്നും വേണ്ട. അപ്പുറത്തെ ഒരു സെർവന്റ് റൂം ഉണ്ട്, അവിടെ കിടക്കാം. കാണിച്ചുതരാം. കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. അതാണ് നല്ലത്. ഫിൻലൻഡിൽ പോകുമ്പോ കാണാനുള്ള സ്ഥലങ്ങളിലേക്ക് റീൽസ് ഞാൻ അയച്ചുതരാട്ടോ. അയ്യോ, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ ഗോക്കൈറ്റ് വഴിയാ പോകുന്നത്. എനിക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളൊക്കെ അവർ കസ്റ്റമൈസ് ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മൾ പണ്ട് ഹണിമൂണൊക്കെ പോകാനായിട്ട് ഒരു ഗോക്കൈറ്റിന്റെ പാക്കേജിനെ കുറിച്ച് പറഞ്ഞിരുന്നില്ലേ? അത് തന്നെയാണോ ഇത്? എന്തായാലും ഗുഡ് ഓൾഡ് ഡേയ്സ്. അപ്പൊ ശരി. ട്രിപ്പ് പോണേന് നിനക്ക് എന്തൊരു സന്തോഷമില്ലാത്ത? പിന്നെ സന്തോഷിക്കാൻ പറ്റിയ കാര്യങ്ങളാണല്ലോ മേളിൽ നടന്നത്. കരാമയില് 2 BHK ഫ്ലാറ്റിന് എത്ര റെന്റ്? 10,000 തരാം. ഞാൻ അവളോട് പറഞ്ഞത് 20,000 ദിർഹമാണ് റെന്റ്. പക്ഷെ നീ ആയതാണ് ഒരു 15,000 തന്നത്. അതെന്താ? ഞങ്ങൾ പ്രേമിച്ചെടുക്കുന്ന സമയത്തെ അവൾ എന്നെ നല്ല രീതിയിൽ ഊട്ടിയതാണ്. അതിന്റെ പലിശയും കൂട്ടുപലിശയും ചേർത്ത് പലിശയൊക്കെ ചേർത്ത് മേടിച്ചില്ലെങ്കിൽ ഞാൻ പിന്നെ ആരടി. ഇനി ഒരു പരിപാടിയും കൂടി ഉണ്ട്. അതെന്താ? ഹലോ. ഇവിടെ നീ ബാൽക്കണി സൈഡിലോട്ടൊന്നും അധികം പോകാൻ നിൽക്കണ്ടോ. എന്താടാ? മുന്നേ ഫ്ലാറ്റിൽ താമസിച്ച അപ്പാപ്പനെ ബാൽക്കണിയിൽ നിർത്തിയാടെ ചേർത്തത്. ആ പുള്ളി ഇടയ്ക്കൊക്കെ വിസിറ്റ് അടിക്കാറുണ്ട്. ശരി.